ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. റോഡ് പണിയുടെ അനാസ്ഥ മൂലം പൈങ്കുളത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈലിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡിലാണ് മഴ പെയ്തതോടെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിലല്ലാതെ റോഡ് പണിതതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് നിർമ്മാണ സമയത്തു തന്നെ നാട്ടുകാർ അധികൃതരെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള യാതൊരു സംവിധാനവും ഒരുക്കാതെയാണ് പണി പൂർത്തിയാക്കിയത്. വെള്ളക്കെട്ട് കാരണം ഈ വഴി കാൽനടയായി പോകുന്ന യാത്രക്കാരും തൊട്ടടുത്തുള്ള അങ്കണവാടിയിലെ കൊച്ചു വിദ്യാർത്ഥികളും സമീപത്തെ മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളും ഒരുപോലെ പ്രയാസപ്പെടുകയാണ്. പലയിടങ്ങളിലും ഷിഗല്ല പോലുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുട്ടികൾ അടക്കമുള്ളവർ ഈ മലിനജലത്തിലൂടെ നടക്കേണ്ടി വരുന്നത് വലിയ ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ KM മുഹമ്മദ് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ 1-ാം മൈലിൽ നിന്നുള്ള ഈ റോഡ് മാരിയമ്മൻകോവിൽ വഴി ഭാരതപ്പുഴയിലേക്ക് എത്തിച്ചേരുന്ന റോഡാണ്. കാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ വർക്കിൽ വളരെ അധികം അനാസ്ഥ നടക്കുന്നത്. ഇപ്പോൾ ഇത്തവണ റോഡ് വീതി കൂട്ടണം, ഉയരം കൂട്ടുന്നുള്ള ഇടയ്ക്ക് വർക്ക് ആരംഭിച്ച് ആ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രദേശവാസികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കാരണം ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷ മഴക്കാലമായി കഴിഞ്ഞാൽ 2 ഭാഗത്തും വെള്ളം കെട്ടി ചുറ്റുഭാഗത്തുള്ള 2 സൈഡിലെ മതിലടക്കം ഇടിഞ്ഞു വീഴാവുന്ന ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈനേജ് അത്യാവശ്യമായി ഈ റോഡിൻ്റെ ഒരു വശത്തെങ്കിലും. ആ ഡ്രൈനേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം വെറുതെ ഒരു പരുക്കൻ സിമൻറ്റ് ഇട്ടിട്ട് ഡ്രൈനേജ് ഇല്ലാതെ. ഇപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ട് അവിടെ. എന്ന് മാത്രമല്ല ശരിക്കും പുല്ലൊക്കെ വളർന്ന് പൊന്തക്കാട് കെട്ടിയിരിക്കുക. ഈ പ്രദേശം വളരെ പ്രശസ്തമായിട്ടുള്ള മാരിയമ്മൻകോവിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. രാവും പകലും ഭേദമില്ലാതെ വിശ്വാസികൾ വരുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ അംഗൻവാടി നിലനിൽക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരുന്നതാണ്. ഇന്ന് മാത്രമല്ല സ്കൂളുകൾക്ക് വന്ന കുട്ടികൾ തെരുവുനായ്ക്കളുടെ ശല്യം അതിലേറെ രൂക്ഷം. അപ്പോൾ ഇത്തരം ഈ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള റോഡുകളുടെ വർക്ക് നടക്കുമ്പോൾ കമ്മീഷൻ വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ചില കോൺട്രാക്ടർമാർക്ക് നിശ്ചിത താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കമ്മീഷൻ അടിക്കുന്ന രീതിയിൽ പല വർക്കുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.